എടാ ഞാന് ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ഇമ്മാതിരി ചിരിച്ചിട്ടില്ല. നമ്മുടെ നാനീന്റെ പടം പാരഡൈസ് സംഭവം തെലുങ്ക കന്നഡയാണ്. അതിന്റെ മലയാള വെർഷൻ കണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു പോഷൻ കാണിച്ചു തരാം. അതിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ മതി. പാരഡൈസ് മലയാളം ട്രെയിലർ അടിച്ചു നോക്കിയാൽ മതി. ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടാ. ഇതാ കാക്കകളെയെല്ലാം ഒറ്റക്കെട്ടാക്കിയ ഒരു വേശ്യക്ക് പിറന്നവന്റെ ഒരു നടന്റെ കയ്യിൽ പച്ച ഒരാളോട് അടിച്ചു വെച്ചിരിക്കണത്. അന്തസ് വേണോടാ അന്തസ്. ഇനിയന്മാര് ഇത് തർജ്ജിമ ചെയ്തപ്പോലെ മാറിപ്പോയതാണോ എന്തോ. എടാ ഞാനിത് ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും ട്രോൾ ആയിരിക്കും എന്നാണ്. സംഗതി യൂട്യൂബിൽ പോയി എന്റെ മലയാളം വെർഷൻ കണ്ടപ്പോഴല്ലേ ഇതാ കട്ടക്കണു മരയുന്നു. എടാ ഇവന്മാർക്ക് ഇതൊന്നും തെറിയായിട്ട് തോന്നുന്നില്ലടാ. ഇവന്മാര് ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി കേരളത്തിൽ വരണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. മീഡിയക്കാരെ കൊല വിളിക്കും. എന്തായാലും കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പടത്തിലൊക്കെ മറ്റേ ഈ ടൂട്ടു ഒന്നും ഇല്ല, എല്ലാം ഡയറക്റ്റ് ആണ്. പണ്ടൊക്കെ ഈ മൈ എന്ന് പറയുന്ന വേർഡ് പോലും ടൂട്ടു ആയിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എവിടെയൊക്കെ പറയാൻ പറ്റും അവിടെ എല്ലാം അടിച്ചങ്ങ് കയറ്റും. കടക്കയും അതിനൊരു ഉദാഹരണമാണ്. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളെ ശരിക്കും പറഞ്ഞ് കൺവിൻസ് ആക്കി. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അട്ടപ്പാറയിൽ ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പാലക്കാട് അട്ടപ്പാടി അരളിക്കുളത്ത് മകൻ അമ്മയെ ഹോളോബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. റാഗിങ്ങിനെ തുടർന്ന് 15-കാരനായ മിഥിൽ ജീവൻ. എറണാകുളം ചെയ്തമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന വിദ്യാർത്ഥികൾ കഞ്ചാവിനടിമ. ആലുവയിൽ ജിം ട്രെയിനർ വെട്ടേറ്റ് മരിച്ച. പാലക്കാട് ഉപ്പുപാടത്ത് യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു. 2025 തുടങ്ങിയിട്ട് 2 മാസമാണ് അങ്ങോട്ട് കഴിഞ്ഞത്. അതിനിടയ്ക്ക് എന്തൊക്കെ ന്യൂസാണ് ഇവിടെ കേൾക്കണത്. ഇനിയും 10 മാസം ബാക്കി കിടക്കുകയാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി കേൾക്കേണ്ടി വരും എന്തോ. എന്തായാലും ഈ നിമിഷം വരെ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളും സൂക്ഷിച്ചോ. കൊച്ചിയിൽ 10 വയസ്സുകാരിക്ക് MDMA നൽകി സഹോദരൻ. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോൾ ലഹരി ഉപയോഗം. 12കാരനെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഈ പൊടിപ്പുള്ളവരുടെ കയ്യിൽ എങ്ങനെയാ ഈ സാധനങ്ങളൊക്കെ കിട്ടണത്? സത്യം പറയാല്ല, ഈ പ്രായത്തിലൊക്കെ നമ്മള് മറ്റേ ടയർ ഉരുട്ടി നടക്കുകയായിരുന്നു. മറ്റേ ഉജാല കുപ്പിയിലൊക്കെ ഓട്ടയിട്ടിട്ട് അതും തള്ളിക്കൊണ്ട് കിടക്കുന്ന പ്രായം. ഈ പൊടിപ്പുള്ളവരുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. നിയമത്തിന് പേടിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ എത്ര ലഹരിയുമായിട്ട് സംബന്ധിച്ച കേസുകളാണ് നടക്കുന്നത്. ക്ഷേത്ര ഗുരുതിത്തറയിലെ വാളെടുത്ത് അനുജന്റെ തലയ്ക്ക് വെട്ടി. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ്. ഇന്ന് വൈകിട്ട് 5:15 സംഭവത്തിന് തൊട്ട് മുമ്പ് അർജുൻ ക്ഷേത്രത്തിലെത്തി വാളെടുത്ത് കൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അഭിനന്ദിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. ലഹരിക്കടിമയായ അർജുനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ അഭിനന്ദ് ഇടപെട്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിന്റെ പ്രതികാരമാണ് വെട്ടിൽ കലാശിച്ചത്. കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു. ലഹരിക്ക് അടിമയെന്ന് പോലീസ്. സ്വന്തം സഹോദരിയെ നോക്കിയാണ്. ഈ കറാമ്പറപ്പ് മൊത്തം കാണിച്ചു കൂട്ടണത് മുതുക്കന്മാരൊന്നും അല്ല, മുട്ടാന്ന് ഉരിയാത്ത കിളുന്ത് മണുക്കുകളാണ്. എടാ ഒരുത്തൻ മയക്കുമരുന്നിൽ അകത്തായാല് അല്ലെങ്കിൽ ഒരുത്തനെ തല്ലിക്കൊന്നാല് ഇവിടത്തെ നിയമം വെച്ചിട്ടാണെങ്കിൽ പുല്ലുപോലെ പുറത്തിറങ്ങി വരും. എന്നിട്ട് ഇത് ആരാണോ ഒറ്റിയത് അവന്മാരെ പോയി തീർക്കുവന്മാര്. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇവിടുത്തെ നിയമം അത്രയും ഉള്ളൂ എന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തിൽ ആൾക്കാർക്ക് പേടിയില്ല. ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇവന്മാർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റും അത്രയ്ക്ക് ടെറർ സാധനമായിരിക്കണം. സൗദിയിൽ മയക്കുമരുന്ന് കടത്തിയതിന് പിടികൂടിയ 3 വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി. ഒരു ഇന്ത്യക്കാരനും 2 പാകിസ്ഥാൻ സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത്. മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ത്യക്കാരനടക്കം 3 പേർ പിടിയിലായത്. അന്വേഷണം നടത്തി കുറ്റം സ്ഥിരീകരിച്ചതിന് ശേഷമായിരുന്നു വിധി. ഇന്നലെ റിയാദിൽ വെച്ചായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത്. അങ്ങനെ തന്നെ വേണം. നാടിന് ആപത്തായിട്ട് ഒരുത്തം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം. കട്ടവന്റെ കൈവെട്ടും, കൊന്നവന്റെ തലയിറക്കും, നിയമം ലംഘിച്ചാൽ ചാട്ടവാറടി, രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ കഴുത്ത് വെട്ടും. ഇതെല്ലാം പബ്ലിക് സ്ഥലത്ത് വെച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിക്കാൻ പോണവന്മാർക്കും വിൽക്കാൻ പോണവന്മാർക്കും ഒരു പേടിയാണ്. പക്ഷേ ഈ നിയമമൊന്നും നമ്മളെ നാട്ടിൽ വരൂല കേട്ടാ. തെറ്റ് ചെയ്തവന് സപ്പോർട്ട് ചെയ്യാനും കുറെ സംഘടനകളുള്ള നാടാണ് നമ്മുടെ നാട്. എടാ ഒരുത്തന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരുത്തന് എന്ത് മനുഷ്യാവകാശ സംരക്ഷണമാണ് കൊടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കുറ്റവാളിയായ പിള്ളേര് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പിള്ളയായിട്ടായിരിക്കും ഇറങ്ങണേന്ന്. അവന്മാരെ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ചിരിക്കുന്നു. ഇടയ്ക്കേണ്ട ഒരു ബ്ലോഗർ അകത്തായിരുന്നു. അപ്പൊ പറയുന്നുണ്ട് ജയിലിലെ ഫുഡിനൊക്കെ പറ്റിയിട്ട്. കറക്റ്റ് 12 മണിക്ക് വരും. പ്ലേറ്റ് എടുത്തോളിട്ടോ, പ്ലേറ്റ് എടുക്കുക, നേരെ പോവാ. ചോറ് മീൻകറി ആണെന്നുണ്ടെങ്കിൽ ആളുടെ വലിപ്പമുള്ള ഈ വലിപ്പം ഉണ്ടാവും ഒരു അയിലൊക്കെ. മുടിയെ കിട്ടും നിങ്ങൾക്ക്? ഇല്ലല്ലോ. ജയിലിൽ കിട്ടും. ഇനി അല്ല മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 4 മത്തി 5 മത്തി വെച്ച് കിട്ടും. ജയിലിൽ പോവാൻ പ്രേരിപ്പിക്കല്ല. അത് ജയിലിൽ പോകാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കല്ല. 5 മത്തി കിട്ടും. 5 മത്തിയും ചോറ് ഒപ്പം ഉപ്പേരി കറി അങ്ങനെ എന്താ വെച്ചാൽ മീനും ചോറൊക്കെ തിന്നിങ്ങനെ വയറൊക്കെ സെറ്റ് ആയിരിക്കും. ഒരു 12 മണി 12:30 മണി അപ്പൊ വരും. ഒരു 2 മണിയാകുമ്പോ ചായ റെഡിയാട്ടോ. ചായ കുടിച്ചോളൂ. ഉച്ച 2 മണിക്ക് നേരെ തിരിച്ച് സെല്ലിൽ കയറാം.
അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് തരും. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുത്തൻ എങ്ങനെയാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നണത്? ഇനി അഥവാ ഇനി ഇറങ്ങിയാലും എന്തെങ്കിലും കുരുത്തൊക്കെ അടുപ്പിച്ചിട്ട് പിന്നെ അകത്ത് കയറി പോകാനല്ലേ നോക്കുള്ളൂ. എടാ ശിക്ഷ എന്ന് പറയുമ്പോൾ അവർക്കൂടെ തോന്നണം എനിക്ക് ശിക്ഷയാണ് കിട്ടിയിരിക്കണെന്ന്. ജയിലിനകത്ത് ഒരുത്തൻ കയറിയ ഒന്നുകൂടെ അങ്ങോട്ട് പോവാൻ അവൻ പേടിക്കണം. അങ്ങനെ ആയിരിക്കണം പണിഷ്മെന്റുകൾ കൊടുക്കാൻ. പിന്നെ ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് സിനിമ വലിയതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നൊരു സംസാരമുണ്ട്. ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല. വയലൻസ് ഉണ്ടാകും, കഥയിൽ വയലൻസ് ഉണ്ടെങ്കിലും കാണുക, അതിനെ ഹൈഡ് ചെയ്ത് കാണിക്കണം. ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും വെട്ടുകയും. ഞാൻ ഈ വിജയുടെയൊക്കെ സിനിമ കാണുമ്പോൾ ആലോചിക്കുന്നത്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ. അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 18 പേര് 20 പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത്. പോലീസ് ഈ നാട്ടിൽ ഇല്ലയോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അടുത്ത സീനി വീണ്ടും ഒരു 20 പേരും കൂടെ വെട്ടി വീഴ്ത്തുകയാണ്. ഇവരെല്ലാം കഴുത്തൊക്കെ മറ്റാണ് വീഴുന്നത്. അപ്പോൾ ഇവരാരെങ്കിലും മരിച്ച കേസൊന്നുമില്ല. ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട്, ചോര തെറിക്കുന്നുണ്ട്, തലയടിച്ച് പൊട്ടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, കേസില്ല, പോലീസില്ല നാട്ടിൽ. ഇതെന്ത് സിനിമയാണ്? അത് സിനിമയായിട്ട് കാണാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണത്. അത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ സൂപ്പർമാൻ കണ്ടിട്ട് ആ നാട്ടിൽ ഗുരുത്വാകർഷണം ഇല്ലയെന്ന് ചോദിക്കുവോ? എടാ സിനിമയായിട്ട് കാണാത്തൊരു കുഴപ്പമാണത്. എടാ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലെവലിലാണെന്നുള്ളതാണ് വിഷയം. എടാ എന്റെ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ചെങ്കിലും ആൾക്കാർ ഈ ഡസ്മാഷ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടന്നു പറഞ്ഞ വീഡിയോ എങ്കിലും എടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മറ്റേ സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അതുപോലെ കോപ്പി അടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സിനിമയിലെ നടന്റെ താടി കണ്ടിട്ട് അതുപോലെയൊക്കെ താടി വെച്ചിട്ടുണ്ടാവും. ഇതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാളെ കൊന്നെന്നും പറഞ്ഞിട്ട് അതെടുത്തോണ്ട് പോയി സിനിമയിലെ മണ്ടയ്ക്ക് വെച്ചാൽ അതെന്തൊരു പൊട്ടത്തരവാണത്. അവ അങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തരം, അവന്റെ ബുദ്ധി അത്രയ്ക്ക് ഉറച്ചിട്ടുള്ളൂ, അത് അവന്റെ വിവരമില്ലായ്മ എന്നോടും പറയാം. അതിന് അവന് തക്കതായ ശിക്ഷ കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആ ശിക്ഷ കൊടുക്കുമ്പോൾ ഇനി ഒരു കൊല ചെയ്യാൻ പോണെന്ന് തോന്നണം, അവന്റെ മുട്ട് വിറയ്ക്കണം, അങ്ങനത്തെ ശിക്ഷ കൊടുക്കണം. സിനിമ കണ്ടിട്ടാണ് ഒരുത്തം കൊന്നേന്ന് പറയണമെങ്കിൽ തിരിച്ചും ഒരു കാര്യം ആലോചിക്കണം, എത്ര പേര് സിനിമ കണ്ട് നന്നായിട്ടുണ്ടെന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഈ വയലൻസ് സിനിമ എടുത്തവർക്കാണ് കുറ്റം. അതൊരു ആർട്ടാണെന്നും അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഡമ്മികളാണെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ. ഇപ്പോ ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ ആക്രമണം സംഘടിപ്പിക്കുന്ന ആൾ ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം വെക്കുന്നത് ശ്രീ അരുൺകുമാർ, ഒരു സംശയം കേൾക്കട്ടെ. അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ? ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ്. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു, അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ആയി ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ? അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്തത്? സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്? അത് ക്വസ്റ്റ്യൻ. എടാ ഞാൻ ഈ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഞാൻ എടുക്കണതല്ല, പക്ഷെ ചില കാര്യങ്ങൾ മുഴുവിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പുള്ളി ഒന്ന് കുറ്റം പറഞ്ഞില്ലേ, ഇനി ഇതൊന്ന് കേട്ടു നോക്ക്. ഓ ജനാധിപത്യം സോഷ്യലിസം. പക്ഷെ നമ്മളെ കൈകാലം പെട്ടും, അത് വേറെ. എന്ത് കഷ്ടമാണ് ദൈവമേ. ഒരു സ്റ്റുഡന്റ് യൂണിയൻ ആണോ ഈ പറയുന്നത്? ഇമാതിരി വന്ന് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരാണ് വന്ന് സിനിമയുടെ കുറ്റം പറയുന്നത്. ഞാൻ അത് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് കൊങ്ങിയും സൊടാപ്പിയൊന്നും ആക്കരുത്. എനിക്ക് ഒരു പാർട്ടിയിൽ ഒരു ചായവില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ സിനിമ കണ്ടാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതും കൊലപാതകങ്ങളും നടക്കുന്നതും എന്ന് പറയുന്നവർ ഈ ഡയലോഗ് ഒന്ന് കേട്ടു നോക്ക്. ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റ് ആയി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കേരളത്തിന്റെ ബ്രാൻഡ് ആക്ടറാണ് ഈ പറയണത്. ഇത് കണ്ടിട്ട് എത്ര പേര് നന്നായി? അതിന്റെ കണക്കല്ലോ ഉണ്ടാ നിങ്ങളെ കയ്യിൽ? നന്നായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. 2K വേണം vs 90s വേണം. സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച്? ഒന്നുമില്ല, ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സീൻ എന്നൊക്കെ പറയൂലേ, അത് ഇതൊക്കെയാണ്. ഈ 2000-ന് ശേഷമുള്ള പിള്ളേരാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കൂടുതലുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. എവറിത്തിങ് സ്റ്റാർട്ടിംഗ് ടു ഗോ സ്മൂത്ത്. അന്നേരം കൊണ്ട് കൃത്യം അണ്ണാക്കിലോണ്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോ എവിടെ പോയാലും ഇതും കൂടെ കേൾക്കണം. നിങ്ങളെ പോലത്തെ പിള്ളേർ എന്തോ അകിച്ചു കാണിക്കുന്നത്. 2001 അല്ല 2000 കഴിഞ്ഞ പിള്ളേരൊക്കെ പോക്കാണ്. എന്തൊക്കെയാ നമ്മൾ അങ്ങനെ ഇങ്ങനെ തേങ്ങ മാങ്ങ. ആന്റി പറയുന്നതൊക്കെ ശരിയാ. ഈ ജനറേഷനിൽ ഉണ്ടായി പോയത് കൊണ്ട് ഇനി ഇതും കൂടെ കേൾക്കണം ഈ ജീവിതകാലം മൊത്തം. എന്ത് തെറ്റ് ചെയ്തിട്ട്
ഇങ്ങനെ കുറെ വളർത്തുദോഷം കാരണം കുറെ പിള്ളേർ തലതെറിച്ച് പോയി ഓരോ കണ്ണന്തിരിവ് കാണിക്കുന്നതിന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേരും കൂടി ഇതിപ്പോ കേൾക്കേണ്ട വരുന്ന അവസ്ഥയാണ്. ശരിയാണ്, ഇതിലൊന്നും ബന്ധമില്ലാത്ത കുറെ പിള്ളേരും കൂടെയാണ് ഈ പഴി കേൾക്കുന്നത്. അത് ഈ 2000 മാത്രമല്ല, 90s അങ്ങനെ തന്നെ. പക്ഷെ അന്ന് ഇത്ര ഡിജിറ്റലി ഒരു ഏരിയ ഇല്ലാത്തത് കൊണ്ട് ആരും ഇങ്ങനെ പൊതുവെ പറഞ്ഞത് നമ്മൾ കേട്ടില്ല. എടാ ഈ പിള്ളേർ തലതെറിച്ച് പോണതിന് കാരണങ്ങൾ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അത് 2K ആയാലും 90s പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വളർത്തുദോഷം തന്നെ പറയണം. അവര് വളർന്നു വരുന്ന സാഹചര്യം, അവന്റെ ചെറുപ്പത്തിലെ തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ല പാരന്റ് ഇല്ലെങ്കിൽ ചെറുക്കൻ വഴിതെറ്റിപ്പോവും, നല്ല കൂട്ടുകാരന്മാരില്ലെങ്കിൽ വഴിതെറ്റിപ്പോവും. അത് 2K ആയാലും 90s ആയാലും. ഇന്നത്തെ പിള്ളേർക്ക് വളരെ മോശം. 90s കിഡ്സ് ഒക്കെ സൂപ്പർ എന്ന് കുറെ ആയി കേൾക്കുന്നു. ഈയിടെ പിള്ളേർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതൊക്കെ അറിയാം. ഈ കുറ്റം പറയുന്ന 90s തൊട്ടുള്ള പഴയ ആൾക്കാർ ചിന്തിക്കേണ്ടത്, എടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ലോകത്തേക്ക് ഇന്നലെ വന്ന് കയറിയവരാണ് ഈ കുട്ടികൾ. അവര് നമ്മളെ കണ്ടു പഠിച്ച് ചെയ്യുന്നതെന്നുള്ളൂ ഇതൊക്കെ. 90s കുട്ടികൾ ചെറിയ പ്രായത്തിൽ നല്ലവരായിരുന്നെങ്കിൽ അത് അവർക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്നവർ ഉണ്ടാക്കി വെച്ച ലോകം നല്ലതായിരുന്നതുകൊണ്ടാണ്. അവർക്ക് ചെറുതിനെ നശിക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. കുട്ടികൾ സമൂഹത്തിന് ചേരാത്തവരായി വളരുന്നതല്ല, ഒരു ചീത്ത സമൂഹത്തിൽ കുട്ടികൾ വളരുന്നു എന്നതാണ് സത്യം. കുട്ടികൾ എല്ലാ കാലത്തും ഒരുപോലെയാണോ? ഇപ്പോഴത്തെ കുട്ടികൾ വെട്ടുന്നു, കൂത്തുന്നു, ഇതൊക്കെ നമ്മളല്ലേ അവരെ കേൾപ്പിച്ചേ? പാർട്ടിക്കാരുടെ മുദ്രാവാക്യങ്ങൾ എന്താ? കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടുവന്ന ഇതല്ലേ വെട്ടുകളും ചെയ്യുന്നുള്ളൂ. ചില സിനിമകൾ നോക്ക്, അരും കൊലകൾ നടത്തുന്ന നായകനും വെട്ടി കൊന്നുതള്ളുന്ന വില്ലനും എല്ലാം മാസാണ്. ഇതേ മാസ് കാണിക്കാൻ ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ ഇറങ്ങുന്നു. സോഷ്യൽ മീഡിയയിൽ കാണിക്കുകയും പറയും ചെയ്യുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? മിനിമം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഫോട്ടോസിന് താഴെ വരുന്ന കമന്റ്സ് വായിച്ചു നോക്ക്. ഈ വലിയവന്മാരുടെ നിലവാരം അറിയാൻ. ബന്ധുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത പാരന്റ്സ് കുട്ടികളെ ഷെയറിംഗ് പഠിപ്പിച്ചിട്ടുണ്ടാവോ? മതം നോക്കി കൂട്ടുകൂടാനും മതം പറഞ്ഞ് വിഷം തുപ്പാനും ഈ കുട്ടികളെ പഠിപ്പിച്ചത് ആരാ? എത്ര സ്കൂളുകൾ ഈ മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അപ്ഡേറ്റഡ് ആണ്? ഇനി ഡ്രഗ്സ്, അതും ഈ കുട്ടികൾ ഉണ്ടാക്കുന്നതാണോ? അവിടെയും കാണും ഒരു 80s 90s സ്കൂളുകൾ. നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ച ഏറ്റവും മലിനമായ ലോകത്ത് ജനിക്കാനും ജീവിക്കാനും വിധിക്കപ്പെട്ട കുട്ടികളാണ് അവർ. എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കി വെച്ച എയർ വാട്ടർ പൊല്യൂഷനൊക്കെ അവരുടെ ശരീരത്തെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ ഈ ചീന സാമൂഹിക അവസ്ഥ അവരുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ടെന്ന് സാരം. ടെക്നോളജിയും ലഹരിയും ഇതുവരെ കണ്ടതിന്റെ ഏറ്റവും പീക്കിലുള്ള കാലഘട്ടത്തിൽ വളർന്ന കുട്ടികളാണ് അവർ. അതിന് അതിപ്രസരം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയില്ല, അവരെ പഠിപ്പിക്കാൻ നമുക്കും അറിയില്ല. കാരണം ഇത്രയും ടെക്നോളജി ലഹരി നമ്മൾ മുതിർന്നവരും നമ്മുടെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ അലക്ഷ്യമായി ചെയ്ത് കൂടിയതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത്. തീർന്നില്ല, ഇതൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമാണ്. ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന കാര്യത്തിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം വരൂ. കുട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റുന്ന അവരുടെ ഈ പ്രായം കടന്നു വളർന്നു പോയേ പറ്റൂ. അവർക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മൾ മുതിർന്നവർ തന്നെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞതിൽ ഏറെക്കുറെ ശരിയാണ്. 2025 ഇനിയും 10 മാസം ബാക്കി കിടപ്പുണ്ട്. ഇനി എന്തൊക്കെ കാണേണ്ടി കേൾക്കേണ്ടി വരുമെന്തോ. ഒന്നും കാണാതിരിക്കട്ടെ. എടാ ഞാൻ ഇപ്പോഴും പറയുന്നത്, നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അളവൊക്കെ കൂടുന്നത്. ശിക്ഷയുടെ കാഠിന്യം കൂടുമ്പോ കുറ്റകൃത്യങ്ങളും കുറവായിരിക്കും. ഇതേ അഭിപ്രായമുള്ളവര് കമന്റ് ചെയ്യട്ടാ, എതിരഭിപ്രായമുള്ളവരും കമന്റ് ചെയ്യും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.